തിരുവനന്തപുരത്ത് മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ആരംഭിച്ചു. പാലിന്റെ വില വർധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. വില വർധന ഏത് രീതിയിൽ ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. വിവിധ യൂണിയനുകൾ നേരത്തെ വില വർധന ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, യോഗം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. പാല് പൊള്ളിക്കുമോ എന്നുള്ളത് എത്ര സമയം കൊണ്ട് അറിയാം ബിനിൽ? അധിക സമയം ഇനി ആവശ്യമില്ല ബിനിൽ. ഇക്കാര്യത്തിൽ യോഗം ആരംഭിച്ച് ഇപ്പോൾ അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും വില കൂടിയ സാധാരണക്കാരനെ സാരമായി തന്നെ ബാധിക്കും. കാരണം ഇപ്പോൾ തന്നെ പാലിൻ്റെ വില 52 രൂപയാണ് ലിറ്ററിന് വിലയുള്ളത്. അത് 4 രൂപ കൂടും എന്നുള്ള അഭ്യൂഹമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. അങ്ങനെ കൂടിയാൽ പാലിനൊപ്പം തന്നെ പാലിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ ചായയ്ക്ക് വില കൂടും. ഇപ്പോൾ തന്നെ 10 രൂപ 12 രൂപയൊക്കെയാണ് പല ഹോട്ടലുകളും ഈടാക്കുന്നത്. അത് പാൽവില ഇനിയും വർദ്ധിച്ചാൽ അത് ഇനിയും കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും വിവിധ യൂണിയനുകൾ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് എറണാകുളവും തിരുവനന്തപുരം 2 യൂണിയനുകൾ കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടു. പാലിൻ്റെ വില കൂട്ടണം. വില കൂട്ടിയാൽ മാത്രമേ കർഷകന് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായ യോഗം ചേരുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തത്. എന്തായാലും നിലവിൽ യൂണിയനുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നാണ് നമുക്ക് അകത്തു നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെ വില കൂട്ടണം എന്നൊരു കാരണം അല്ലെങ്കിൽ പൊതു തീരുമാനം വന്നാൽ അത് സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്യുക. സർക്കാരാണ് അന്തിമമായി വില കൂട്ടണോ വേണ്ടിയോ എന്ന തീരുമാനം എടുക്കുക. ഇവിടെ ഒരു ശുപാർശ മുന്നോട്ട് വെക്കാനാണ് ഇവിടെ സാധിക്കുക. എന്തായാലും ഇത് അടിയന്തരമായി തന്നെ അല്ലെങ്കിൽ കൃത്യമായി വിലവർദ്ധനവ് ഇപ്പോൾ ആവശ്യമുള്ള ഒന്നാണ് എന്നാണ് തിരുവനന്തപുരം എറണാകുളം യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും കർഷകന് അനുകൂലമായി അല്ലെങ്കിൽ കർഷകന് ഗുണം കിട്ടുന്ന രീതിയിൽ പാൽവില വർധന ഉണ്ടാകണം എന്ന് തന്നെയാണ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം പരിഗണിക്കുമ്പോൾ തന്നെയാണ് ചെയർമാൻ KS മണി നേരത്തെ രാവിലെ നമ്മോട് പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിനൊപ്പം പാൽവില കൂട്ടണോ വേണ്ടയോ അല്ലെങ്കിൽ എത്ര കൂട്ടണമെന്ന് ചർച്ച നടക്കും. അതിനൊപ്പം തന്നെ വില കൂട്ടിയാൽ അത് മിൽമയെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യവും ചർച്ചയാകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് വില കൂട്ടിയാൽ ആളുകൾ ഇത് വാങ്ങുന്നതിനുള്ള വിമുഖത കാണിക്കുമോ, അങ്ങനെ വിമുഖത കാണിച്ചത് ഏത് രീതിയിലാണ് ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയിൽ എന്തായാലും വരിക. നിലവിൽ എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. വില കൂടിയാൽ അത് സാരമായി സാധാരണക്കാരനെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ബിനിൽ, ഓക്കെ, ശരി. വില കൂടിയാൽ എന്തായാലും സാധാരണക്കാരെ തന്നെയാണ് അത് കൂടുതൽ ശക്തമായി ബാധിക്കുക എന്നുള്ളതാണ് ബിനിൽ ലീല സാബു പറയുന്നത് പോലെ തന്നെ. ഒരു ചായയ്ക്ക് ഇപ്പോൾ 10-12 രൂപയോ അതിലധികമോ ഈടാക്കുന്ന കടകൾ പലയിടങ്ങളിൽ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ വില അനുസരിച്ച് ഉണ്ട്. അപ്പോൾ അത് ഇനിയും കൂടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലിന് വില കൂടിയാൽ പാലിൻ്റെ ഉപോൽപ്പന്നങ്ങൾക്കുള്ള വില കൂടും. ചായയ്ക്കും കാപ്പിക്കും വില കൂടുന്നതിനൊപ്പം തന്നെ പേട മുതൽ തൈര് വരെയുള്ള എല്ലാത്തിനും വില കൂടും. വില കൂടുമോ എന്നുള്ളത് ഉടൻ അറിയാം.